ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ബൾട്ടി ടി.ഡി. രാമകൃഷ്ണനും ഉണ്ണി ശിവലിംഗവും കൂടി ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഷെയ്ൻ നിഗത്തിന്റെ 25ാമത്തെ സിനിമ. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്പോർട്സ് ആക്ഷൻ കാറ്റഗറിയിൽ പെടുന്നൊരു പടമാണ്. ഒരു സ്പോർട്സ് ആക്ഷൻ സെറ്റപ്പിൽ തുടങ്ങി പിന്നീട് അതൊരു റിവെഞ്ച് സ്റ്റോറി ആയിട്ട് മാറുന്ന ഒരു സബ് ഷേണറുള്ള ഒരു കിടിലൻ പടമായിട്ടാണ് എനിക്ക് ബൾട്ടി ഫീൽ ചെയ്തത്. പാലക്കാട് തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു കോളനി ഏരിയയിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴും മലയാളവും കൂടി കൂടിക്കലർന്ന ഒരു സംഭാഷണ ശൈലിയാണ് പടത്തിൻ്റെ അതുടനീളം. അപ്പം ആ ഒരു ഏരിയയിൽ 4 ഉറ്റവരായിട്ടുള്ള സുഹൃത്തുക്കൾ അവർ ഗുസ്തി പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഗ്യാങ് ആണ്. അതാണ് ഷെയ്ൻ നിഗവും അവൻ്റെ കൂടെയുള്ള 3 കൂട്ടുകാരും. അതിൽ ഷെയ്ൻ നിഗവും ശാന്തനുവും ഭാഗ്യരാജുമാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത്. ഗുസ്തി പാഷനായിട്ടും പോകുന്ന ഇവരുടെ ലൈഫിലേക്ക് കുറച്ച് ബ്ലേഡ് മാഫിയകളുമായിട്ട് ഇവർക്കൊരു കണക്ഷൻ ഉണ്ടാവുകയും അവരുടെ കൂടെ കൂടി പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്ലോട്ട് എന്ന് പറഞ്ഞത്. ഈ സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യമേ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ആക്ഷൻ സെറ്റപ്പിലാണ് പടം ഫുള്ള് പോകുന്നത്. സെക്കൻഡ് ഹാഫിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോൺ ലീനിയർ രീതിയിലാണ് പടം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പാസ്റ്റ് കാണിക്കുന്നതാണ് ബാക്കി ഫസ്റ്റ് ഹാഫ് ഫുള്ള്. തുടക്കം ഗംഭീരമായിരുന്നു. കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്യാമറ വർക്കും ഷെയ്ൻ്റെയും കൂട്ടറുടെയും കിടിലൻ പെർഫോമൻസും. അത് കഴിഞ്ഞ് പടം കുറച്ചൊന്ന് ഡൗൺ ആവുന്നുണ്ട്. ഡൗൺ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഓർത്തു പടം ഒരു ആവറേജേ ഉള്ളൂ, ഇനി അങ്ങോട്ട് ഒരു കുതിച്ച് കയറത്തില്ല, ഒരു ആവറേജ് പടം ഉള്ളെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ജസ്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ മെയിൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കെ സെൽഗരാഘവനാണ്. നല്ല പൊളപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം ഇതിലെ മെയിൻ വില്ലനും ഇതിലെ നായകനും ഷെയ്ൻ്റെയും സെൽഗരാഘവൻ്റെയും കയ്യിലാണ് ഈ പടം ഫുള്ളിരിക്കുന്നത്. അവരുടെ 2 പേരുടെയും കയ്യിൽ നിന്ന് പടം എവിടെയെങ്കിലും വഴുതി പോയിട്ടുണ്ടെങ്കിൽ മൊത്തം പോവും. ആ 2 പേരും അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്. സെൽഗരാഘവൻ്റെ ആ ക്യാരക്ടർ വന്നു കഴിയാൻ നേരത്ത് പടം പിന്നെ ഓണാവുക. അത്രയും നേരം ഒരു ആവറേജ് സെറ്റപ്പിൽ പോകുന്ന പടം പെട്ടെന്ന് അങ്ങോട്ട് കുതിച്ചു കയറുകയാണ്. ആ കുതിച്ചു കയറ്റം ഇങ്ങനെ കൂടി പടം തീരുന്നിടം വരെ ഈ ഗ്രാഫ് പൊങ്ങുമല്ലാണ്ട് താന്നു പോയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ ആക്ഷൻ സ്പോർട്സ് സെറ്റപ്പിൽ പോകുന്ന പടം സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഒരു റിവെഞ്ച് ആക്ഷൻ സെറ്റപ്പിലേക്ക് ഒരു പ്രതികാര കഥയായി പെട്ടെന്ന് മാറുകയാണ്. പക്ഷെ ഈ മാറ്റം നമുക്കതൊരു കൃത്രിമത്വമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വളരെ നാച്ചുറലായിട്ട് വളരെ ആ ഒഴുക്കിനനുസരിച്ചാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ പോകുന്നത്. പടത്തിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഇതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. ഉണ്ണി ശിവലിംഗം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിങ്സ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ മെയിൻ ഒരു നോൺ ലീനിയർ രീതിയിൽ തുടങ്ങുന്ന ആ തുടക്കം കഴിഞ്ഞ് പിന്നീട് കുറച്ച് സീനുകൾക്കകത്ത് ഡയലോഗ്സ് ഒരിച്ചിരി ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. അപ്പോഴാണ് നമുക്കൊരു എനിക്ക് പേഴ്സണലി ഒരു ഡൗൺ ആയിട്ട് തോന്നി. പക്ഷെ പിന്നീട് അത് ഡയലോഗുകളെല്ലാം വളരെ റിയലിസ്റ്റിക് ആവുകയും പടത്തിൻ്റെ മൂഡിനോട് ചേർന്ന രീതിയിലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള, ഒട്ടും സിനിമാറ്റിക് അല്ലാതെ വളരെ നാച്ചുറൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗുകളാണ് പിന്നെ പടം ക്ലൈമാക്സ് വരെ പോകുന്നത്. ഇപ്പം എടുത്തു പറയേണ്ടത് നല്ല ഡയറക്ഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും മെയിനായിട്ടും ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത് അലസ് ജെ പുളിക്കലാണ്. ഓരോ ഷോട്ടും വളരെ ഭംഗിയായിട്ട് ഈ സിനിമയുടെ മൂഡ് പിടിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഷോട്ടുകളാണ്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് എടുക്കാൻ നേരത്ത് ഒരു നൈറ്റ് സീനുണ്ട്. നൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ആയിട്ടുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീനാണ്. ആ സീൻ കൈകാര്യം ചെയ്തിരിക്കുന്ന അതിൻ്റെ DOP പക്കായിട്ട് അന്യ ലൈറ്റിങ്സും അന്യ ലെവലിലുമാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സായി അഭിയൻകാർ തമിഴിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ മലയാളത്തിൽ കൊണ്ടുവന്ന് ചെയ്തതിൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ഒരു പക്ക റിവെഞ്ച് ആക്ഷൻ തമിഴ് പടം കാണുമ്പോഴുള്ള ആ ഒരു പ്രസരിപ്പും ആ ഒരു ആവേശത്തിനുമൊക്കെ നമുക്ക് കിട്ടാനുള്ള എല്ലാ തരത്തിലുള്ള കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ ഓവറോൾ ഏറ്റവും പോസിറ്റീവ് പറയേണ്ടത്
ഷെയ്ൻ നിഗത്തിന്റെയും കെ.എസ്.എൽഗരാഘവന്റെയും പെർഫോമൻസ് ആണ്. ഷെയ്ൻ നിഗം ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ്. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. ഒരു രക്ഷയില്ല. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ആക്ഷനാണ്. അല്ലാണ്ട് ചുമ്മാ 10-20 പേരെ വെട്ടിക്കൊല്ലുന്ന സാധനമല്ല. 10-20 പേരെ ഒരുമിച്ചിട്ട് അടിച്ച് ഭയങ്കര ഒരു കത്തി കാണിക്കുന്ന സീനുകളല്ല. ഇതിലെ 10-20 പേരെ അടിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും നമുക്കത് ഫീല് ചെയ്യുന്ന, അതിൻ്റെ തൊട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാണ്ട് നല്ല ഒറിജിനാലിറ്റി ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഷെയ്ൻ നിഗം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ആക്ഷൻ സീൻ പൊളപ്പനായിരുന്നു, കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെൽഗരാഘവന്റെ നെഗറ്റീവ് ക്യാരക്ടർ എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു നൈറ്റ് സീൻ ഉണ്ടോ, അന്യായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് കൊടുത്ത പൈസയുടെ ലാഭം നമുക്ക് കിട്ടാൻ ആ ഒരൊറ്റ സീൻ മതി. അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു, അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അന്യായ എന്ന് വെച്ചാൽ ആ സിനിമ, ആ സീൻ എന്ന് പറയാൻ നല്ല വയലൻസ് ആണ്. പക്ഷെ ചുമ്മാ കയറി കുറെ പേരെ വയലൻസ് കാണിക്കാൻ വേണ്ടി, ഈ സിനിമയ്ക്കകത്ത് ഇത്രയും വയലൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാര്യവും ഇല്ലാണ്ട് ചുമ്മാ കുറെ പേരെ വെട്ടി കൊല്ലുന്നതല്ല. ആദ്യം മുതൽ കഥയുടെ ഫ്ലോയ്ക്ക് അനുസരിച്ചാണ് കൃത്യമായിട്ട് അവിടെ വയലൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാ ഇതിൻ്റെ അകത്തൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. ആ സീന്, ആ നൈറ്റ് സീന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സന്തോഷും വിക്കിയും കൂടി ചേർന്നാണ്, 2 പേരാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്രയും ആക്ഷൻ, ഇത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ അകത്തെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ട് എനിക്ക് തോന്നിയത്. ക്യാരക്ടറുകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡെപ്ത് ഉണ്ട്. പ്രത്യേകിച്ച് ഷെയ്ൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ഈ ശാന്തനു ഭാഗ്യരാജിന്റെ ക്യാരക്ടറിനാണെങ്കിലും പിന്നെ ഇവന്മാരുടെ കൂടെയുള്ള മറ്റ് 2 കൂട്ടുകാര്, അവന്മാരുടെ പേര് വിട്ടുപോയി, അവന്മാര് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സോഡാ ബാബു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് നമ്മുടെ അൽഫോൺസ് പുത്രൻ ചെയ്തിരിക്കുന്നത്. അത് നൈസായിരുന്നു. അത് അൽഫോൺസ് പുത്രൻ ഒരു ചെറിയൊരു കോമഡി സെറ്റപ്പിലാണ് വരുന്നതെങ്കിലും ചിരിച്ചുകൊണ്ട് അറക്കുന്ന ക്രൂരനായിട്ടുള്ള വില്ലനില്ലേ, ആ സെറ്റപ്പിലാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ സൗണ്ട് വന്നപ്പം പലരും തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചു. കാരണം ഇദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രേമം സിനിമയ്ക്കകത്തൊക്കെ അറിയാം, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സൗണ്ടാണ്. അപ്പൊ ഇത്രയും വലിയൊരു ക്രൂരനായിട്ടുള്ളൊരു വില്ലന് ആ സൗണ്ട് വന്നപ്പം പലർക്കും അതൊരു കോമഡി ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പടം കണ്ടപ്പം പുള്ളിക്ക് ആ സൗണ്ട് തന്നെ കൊടുത്തതാണ് ഇതിൻ്റെ അകത്ത് പക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ, അവരുടെ ആ ഒരു നോട്ടം പോലും പക്ക ഡെവിളിഷ് ആയിരുന്നു. നെഗറ്റീവ് ക്യാരക്ടറാണ്, അത് പക്ക ഡെവിളിഷ്, നോട്ടം വരെ പക്ക ഡെവിളിഷ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര നാച്ചുറലുമാണ്, ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി വരുത്തിയിട്ടില്ല. പിന്നെ ആ ക്യാരക്ടറിന് ചെറിയൊരു ക്ലീഷയായിട്ട് എനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ചാൽ അവരൊരു ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം പടത്തിന്റെ അകത്ത് തുടക്കത്തിൽ ഇവരുടെ ഈ സീൻ കാണിക്കാൻ നേരത്ത് ആദ്യത്തെ ഒരു 3-4 സീനുകളിൽ കുറച്ചേ ഉള്ളൂ, പടത്തിൽ ഉടനീളം ഇല്ല, അവിടെ ഇവിടെയൊക്കെയാണ് വന്നു പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 3-4 സീനുകളിൽ ഇവർ ഈ സിഗരറ്റ് വലിക്കുന്ന സീൻ, ഒരു അവിടെ ഞാൻ സിഗരറ്റ് ചെയിൻ സ്മോക്കർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെ ഒരു ഫീല് വന്നു. പക്ഷെ അവസാനത്തേക്ക് വരാൻ നേരത്ത് ആ സീനുകൾ പക്കായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എടുക്കാൻ നേരത്ത് ഇവർ ടെൻഷൻ അടിച്ചിങ്ങനെ ഒരു പുക വലിച്ചൊരു നോട്ടമുണ്ട്, പക്ക സാധനമായിരുന്നു. അത് പൂർണിമ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരോടൊപ്പം തന്നെ പ്രീതി അസരാനിയുടെ നായികാ വേഷം, ഭയങ്കരമായിട്ടുള്ള പഞ്ച് സീനുകളൊന്നും ഇല്ലേലും വളരെ മിതത്വം നിറഞ്ഞ രീതിയിൽ ഭംഗിയായി തന്നെ അവർ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും ഇവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചവരെല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയ്ൻ്റെയും സെൽഗരാഘവന്റെയും കഥാപാത്രമാണ്. ഒരു ഭീകരമായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്കാണ് പടം പോകുന്നത്. അപ്പൊ ഇത് ക്ലൈമാക്സ് ഇതെങ്ങനെ ചെന്ന് ഇത് അവസാനിപ്പിക്കുന്ന എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. ക്ലൈമാക്സ് കൊണ്ടുപോയി കുളമാക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളൊരു സ്റ്റോറി ലൈനായിരുന്നു. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ക്ലൈമാക്സ് ആണ്. അതില് എനിക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എനിക്ക്
100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ക്ലൈമാക്സ് ആണ്. ഞാൻ ഈ സിനിമ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കൾട്ട് ക്ലാസിക് പടമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു വൺ ലെവലിലുള്ള ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ടോ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ ഒരു സ്റ്റോറി ലൈൻ, ആ സ്റ്റോറി ലൈൻ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹവുമായിട്ട് കണക്ഷൻ ഉണ്ട്. അത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ആ സ്റ്റോറി ലൈനിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു റിവെഞ്ച് സെറ്റപ്പിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഇമോഷൻസും ആ പ്രതികാരം ചെയ്യുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും എല്ലാം അവർ കൃത്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി പോകുന്നതല്ല, തുടക്കം മുതൽ അവസാനം വരെ ഇതിൻ്റെ ആ ഒരു ബേസ് ഉണ്ട്. ആ ഗുസ്തി എന്ന് പറഞ്ഞ ബേസ് നിന്നുകൊണ്ട് തന്നെ ആണ് ഈ കഥ അവസാനം വരെ പോകുന്നത്. അപ്പോൾ വിൻറ്റേജ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.